ഹായ് ഹലോ വെൽക്കം ടു കൈരളി ടി വി. ഇന്ന് എൻ്റെ കൂടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഷംല ഹംസയാണ്. നമസ്കാരം. നമസ്കാരം, താങ്ക് യു. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇൻട്രോയിൽ സംസ്ഥാന അവാർഡിന് അർഹയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? സന്തോഷം, ഒരുപാട് സന്തോഷം. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ കുറേ ആഗ്രഹിച്ചതാണ് നമ്മുടെ സിനിമയ്ക്ക് നാഷണൽ അവാർഡിൽ എന്തെങ്കിലും ഒരു മെൻഷനെങ്കിലും ഉണ്ടാവണേ എന്നുള്ളത്. അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം, അതും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. മികച്ച നടിക്കുള്ള ഒരു അവാർഡിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സന്തോഷം അന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നാഷണൽ അവാർഡിലോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? നാഷണൽ അവാർഡ് പ്രതീക്ഷയേക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു കിട്ടണേ എന്നുള്ളത്. കാരണം കിട്ടിയാൽ അത് കുറച്ചുകൂടെ ഒന്ന് അതിന് ആ സിനിമയ്ക്കൊരു റെക്കഗ്നിഷൻ കിട്ടും, എല്ലായിടത്തും അറിയപ്പെടും ഒന്നുകൂടെ. അപ്പം പിന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് ആയതുകൊണ്ട് കൂടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കും ശരിക്കും പറഞ്ഞാൽ നമുക്കും ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഇത്രയും നല്ലൊരു സിനിമയ്ക്ക് ഇത്രയും ഒരു റെക്കഗ്നിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഇതിന് അഭിമാനിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനു മുൻപ് സംസ്ഥാന അവാർഡ് നേടിയ സമയത്തൊക്കെ സിനിമയെക്കുറിച്ചും എല്ലാം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ, അപ്പോൾ ഓണമൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് പുതിയ വിശേഷം എന്ന് പറയുന്നത്? ഓണത്തിൻ്റെ വിശേഷം, ഓണം നമ്മൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫെസ്റ്റിവലാണ്. ചെറുപ്പത്തിൽ ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഓണപ്പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കോളേജിൽ, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ദുബായി പോയപ്പോഴും നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പൂക്കളൊക്കെ ഇടും ഓഫീസിൻ്റെ ഫ്രണ്ടിലൊക്കെ. പിന്നെ സദ്യ എന്തായാലും മസ്റ്റാണ്. പിന്നെ നമ്മുടെ നാട്ടിലല്ലാണ്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ദുബായിലായിരുന്നു ഒരു 10-12 വർഷം. അപ്പോൾ ഓണത്തിൻ്റെ സദ്യ എന്ന് പറഞ്ഞ് ഓണം സീസൺ കഴിഞ്ഞാലും ആ സദ്യ അവിടെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ സദ്യ കഴിക്കുക എന്നുള്ളതാണ് മെയിൻ അവിടെയൊക്കെ ആയിരുന്ന സമയത്ത്. ഇവിടെ പരിപാടികളിൽ പങ്കെടുക്കുക, കുട്ടികളുടെ കൂടെ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ സുന്ദരിക്ക് പൊട്ട് തൊടുക, പൂക്കള മത്സരം, കസേരക്കളി, അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്.